കേരള കലാമണ്ഡലത്തിൽ നടത്തിയ താൽക്കാലിക അധ്യാപക നിയമനം തടഞ്ഞ് കോൺഗ്രസ്. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സമരക്കാർക്കെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തി. തങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നടക്കുന്ന നിയമനമാണ് കോൺഗ്രസ് തടഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നു. ബിജീഷ്, ഇതിൽ യൂത്ത് കോൺഗ്രസുകാരുടെ സമരത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നില്ലല്ലോ. അത് നേരത്തെ സമരം ചെയ്തതിനു ശേഷമാണോ ഈ പ്രതിഷേധം? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് കേരള കലാമണ്ഡലത്തിലുള്ള താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അഭിമുഖം നടത്താനുള്ള നിശ്ചയിച്ചിരുന്നു. ഈ അഭിമുഖത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. അഭിമുഖം നടത്തുന്നത് ഒരു തരം തട്ടിപ്പാണ്. നിയമനം സ്വന്തക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ കേരള കലാമണ്ഡലത്തിന്റെ അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം രൂപപ്പെട്ടത്. അതിന് പിന്നാലെ ഈ ബ്ലോക്കിലേക്ക്, അക്കാദമിക് ബ്ലോക്കിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറിയപ്പോൾ പോലീസ് അവരെ തടഞ്ഞു. ഇതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ കൂടി രംഗത്തെത്തിയത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരെയാണ് നിലകൊള്ളുന്നത്. തങ്ങളുടെ ആവശ്യപ്രകാരമാണ് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നീക്കം കേരള കലാമണ്ഡല അധികാരികൾ സ്വീകരിച്ചെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയവർ അധ്യാപകരുടെ നിയമനത്തെ തടയുന്നതിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥികൾ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രതിഷേധവുമായി സംഘടിച്ച് ക്യാമ്പസിനകത്തുള്ളത്. ഇരു വിഭാഗവും നിലനിർത്തിച്ചിട്ടുണ്ട്. ഏതായാലും അഭിമുഖവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേരള കലാമണ്ഡല അധികാരികളുടെ തീരുമാനം. ശരി ബിജീഷ്.